മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും. കാര്യവിജയം, മത്സരവിജയം, ശത്രുക്ഷയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ ഫലവത്താകാം. ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം ഇവ കാണുന്നു. സന്ധ്യ മുതൽ ഗുണദോഷ സമ്മിശ്രം. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, പ്രവർത്തനമാന്ദ്യം ഇവ കാണുന്നു. സായാഹ്നം മുതൽ ഗുണദോഷ സമ്മിശ്രം. കർക്കടകക്കൂറ് പുണർത്തം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കാര്യവിജയം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ ഫലവത്താകാം. ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും. കാര്യപരാജയം, അഭിമാനക്ഷതം, നഷ്ടം ഇവ കാണുന്നു. സന്ധ്യ മുതൽ കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെടാം. കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ കാണുന്നു. യാത്രകൾ ഫലവത്താകാം. തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. കാര്യതടസ്സം, അലച്ചിൽ, ചെലവ്, ശരീരസുഖക്കുറവ് ഇവ കാണുന്നു. സായാഹ്നം മുതൽ കാര്യങ്ങൾ കുറേശ്ശെ ഭേദപ്പെടാം. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും. കാര്യവിജയം, ധനയോഗം, ബന്ധുസമാഗമം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം. ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും. കാര്യവിജയം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, തൊഴിലന്വേഷണങ്ങൾ ഫലവത്താകാം, യാത്രകൾ വിജയിക്കാം. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും. കാര്യതടസ്സം, ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം ഇവ കാണുന്നു. സന്ധ്യ മുതൽ കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെടാം. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും. കാര്യപരാജയം, നഷ്ടം, അപകടഭീതി ഇവ കാണുന്നു. സായാഹ്നം മുതൽ കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെടാം. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും. കാര്യവിജയം, സുഹൃത്ത് സമാഗമം ഇവ കാണുന്നു. ചർച്ചകൾ വിജയിക്കാം, ആഗ്രഹങ്ങൾ നടക്കാം.